അസ്സലാമു നമസ്കാരം. ഇന്നൊരു ചോക്ലേറ്റ് പുഡിങ്ങാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്, ചോക്ലേറ്റ് പുഡിങ്. എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അഗർ ജലറ്റിൻ 10 ഗ്രാം എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് എടുത്താലും മതി, 10 ഗ്രാം. ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി, 1/2 കപ്പ്. ഇനി അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു ചെറിയ ബൗളിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊക്കോ പൗഡർ കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. അഗർ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇനി പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി പാൽ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് ചോക്ലേറ്റ് ആണ്. 1/2 കപ്പ് ചോക്ലേറ്റ് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മെൽറ്റാക്കി വെച്ചിരിക്കുന്ന അഗർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ചൂടൊന്ന് പോകണം. ചെറുതായിട്ട് ചൂടൊന്ന് ആറിയതിന് ശേഷം, ഇത് സിലിക്കോൺ ട്രേ ആണ്, ഇല്ലെങ്കിൽ കേക്കിൻ്റെ പാൻ എടുത്താലും മതി, അല്ലെങ്കിൽ പ്ലേറ്റ് ആയാലും മതി. അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇതിപ്പം ഞാൻ 3 മണിക്കൂറായിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല പുഡിങ് തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലൊന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.